Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രായുടെ ചില പുതിയ റൂൾസിനെ കുറിച്ചാണ്. ഇത് DTHുമായി ബന്ധപ്പെട്ട റൂൾ അല്ല. ഇത് മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനുള്ളതാണ്. അതായത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പുതിയ ചില നിർദ്ദേശങ്ങൾ ട്രായ് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലൂടെ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആകും, കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്ക് പ്രൊവൈഡറിലേക്ക് നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മളൊരു മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാൻ BSNL ഉപയോഗിക്കുന്നു എന്ന് കരുതുക. എനിക്ക് BSNLലെ അതേ സെയിം നമ്പറിൽ ജിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് എനിക്ക് നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യണം, ഓപ്പറേറ്ററെ ചേഞ്ച് ചെയ്യണം, എന്നാൽ അതേ സെയിം നമ്പർ തന്നെ വേണം. അതിനായിട്ട് നമുക്ക് മൊബൈൽ പോർട്ടബിലിറ്റി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മളുടെ പഴയ മൊബൈൽ നമ്പർ പുതിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായിട്ട് മുമ്പുണ്ടായിരുന്ന പ്രോസസ്സിങ്ങിൽ ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ട്രായ് കൊണ്ടുവന്നിരിക്കുന്നത്. 2018 ഡിസംബർ 13 പബ്ലിക്കലി ഈ റൂള് ട്രായ് പുറത്തുവിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 2019 ജൂൺ 11 മുമ്പ് ട്രായ് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നത് ആ നെറ്റ്വർക്കിൽ നിന്നും പോർട്ട് പേസ് മൊബൈൽ നമ്പർ, നമ്മൾ ഏത് മൊബൈൽ നമ്പർ ആണോ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് 1900 എന്ന് പറയുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. ഈ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ UPC കോഡ് നമുക്ക് ലഭിക്കും. അതായത് യൂണീക്ക് പോർട്ടിംഗ് കോഡ് നമുക്ക് ആ നെറ്റ്വർക്ക് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യും. ആ കോഡുമായിട്ട് നമുക്ക് ഏത് നെറ്റ്വർക്കിലേക്കാണോ ഷിഫ്റ്റ് ആകുന്നത്, ഇപ്പോൾ BSNL ആണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് ജിയോയിലേക്ക് ഷിഫ്റ്റ് ആണോന്നുണ്ടെങ്കിൽ ജിയോയുടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചെല്ലുക ഈ UPC കോഡുമായിട്ട്. അതിനുശേഷം അവർ ആ UPC കോഡ് വെരിഫൈ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കോഡ് വാലിഡ് ആണോ അല്ലെങ്കിൽ ഇത് എക്സ്പയർ ആയതാണോ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ മുമ്പ് പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്പറാണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ആകാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു മൊബൈൽ നമ്പർ പോർട്ട് ചെയ്തതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് തിരിച്ച് പഴയ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല. നമുക്ക് പോർട്ട് ചെയ്തതിന് ശേഷം 90 ഡേയ്സിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ വീണ്ടും നമുക്കത് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം വീണ്ടും നമുക്ക് ആ നമ്പർ പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ നെറ്റ്വർക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പഴയ നെറ്റ്വർക്കിലേക്കും വരാനായിട്ട് സാധിക്കും. ഇതിപ്പോഴുള്ള റൂളല്ല, മുമ്പോട്ടുള്ള റൂളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന UPC കോഡ് അടക്കം എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനായിട്ട് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്തിലും അവിടെ നിന്ന് ഇത് വീണ്ടും അനലൈസ് ചെയ്യും, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം 7 ദിവസത്തെ ടൈം അവരെടുക്കും. ആ 7 ദിവസത്തിനുള്ളിൽ നമ്മളുടെ മൊബൈൽ നമ്പർ പഴയ നെറ്റ്വർക്കിൽ നിന്നും പുതിയ നെറ്റ്വർക്കിലേക്ക് ഷിഫ്റ്റ് ആവും. എന്നാൽ ഇവിടെ ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരം ഈ 7 ദിവസം എന്നുള്ളത് 2 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ഷിഫ്റ്റ് ആകാനായിട്ട് സാധിക്കും. അതായത് 36 അവേഴ്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം അത് അപ്രൂവ് ചെയ്യണമെന്നാണ്. അപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഒരു മൊബൈൽ നമ്പർ കേരളത്തിൽ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ 2 ഡേയ്സ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 4 ഡേയ്സ് എടുക്കും. 4 ദിവസമാണ് അതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത്. ട്രായുടെ പുതിയ റൂളിൽ ക്ലിയർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളൊരു നെറ്റ്വർക്കിൽ നിന്നും വേറൊരു നെറ്റ്വർക്കിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ നമ്മളുടെ പഴയ നെറ്റ്വർക്കിൽ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയ നെറ്റ്വർക്കിലേക്ക് പുതിയ ഓപ്പറേറ്ററിലേക്ക് അത് ട്രാൻസ്ഫർ ആകത്തില്ല. ഇപ്പോൾ ഞാൻ BSNL ഉപയോഗിക്കുകയാണ്, അതിലൊരു 500 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ ആ 500 രൂപയും ബാലൻസ് എനിക്ക് BSNL തന്നെ ഉപയോഗിച്ച് തീർത്തതിന് ശേഷം മാത്രമേ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെയും പോർട്ട് ചെയ്യാം. പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 500 രൂപ ബാലൻസ് പിന്നീട് പുതിയ ഓപ്പറേറ്ററിൽ നമുക്ക് ലഭിക്കത്തില്ല. ഇത് ക്ലിയർ ആയിട്ട് ട്രായുടെ പുതിയ റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് നമ്പർ പോർട്ട് ചെയ്യാനായിട്ട് ആ നെറ്റ്വർക്ക് പ്രൊവൈഡർ ആ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാരണമില്ലാതെ നമ്മളുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് പ്രൊവൈഡറിന് 10,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനും ട്രായ് 6 മന്ത് ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ടൈം പീരീഡിനുള്ളിൽ അവരുടെ സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട അപ്ഡേറ്റുകളൊക്കെ ചെയ്ത് പുതിയ റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ പോർട്ടിങ്ങിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്കിൽ നിന്നും പുതിയ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ നമ്പർ?
അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്ത് കിട്ടിയത്, ആ കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ട്രായുടെ ഈ പുതിയ റൂൾസ് ഒക്കെ നിലവിൽ വരുന്നത് 2019 ജൂൺ 11 ശേഷം മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ടൈമിൽ ഈ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.